കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജിവെച്ചു. ജോർജ് കുര്യൻ്റെ രാജ്യസഭാ കാലാവധി പൂർത്തിയായതിനു പിന്നാലെയാണ് രാജിവെച്ചത്. ജോർജ് കുര്യൻ്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു സ്വീകരിക്കുകയും ചെയ്തു. രാജ്യസഭാംഗം ജോർജ് കുര്യൻ്റെ കാലാവധി ഇന്നലെ അവസാനിച്ചിരുന്നു. ഇതിനു തൊട്ടുപിന്നാലെയാണ് രാജിയുണ്ടായത്. മൂന്നാം മോദി മന്ത്രിസഭയിൽ ന്യൂനപക്ഷകാര്യം, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം എന്നീ വകുപ്പുകളുടെ ചുമതലയായിരുന്നു ജോർജ് കുര്യന് ഉണ്ടായിരുന്നത്. മധ്യപ്രദേശിൽ നടന്ന രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിലാണ് BJP നോമിനിയായി MP സ്ഥാനത്തേക്ക് എത്തിയത്. മധ്യപ്രദേശ് ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ BJP കേന്ദ്ര നേതൃത്വം ജോർജ് കുര്യന് സീറ്റ് നൽകിയിരുന്നില്ല. ഇതോടെ ജോർജ് കുര്യൻ്റെ രാജി പ്രതീക്ഷിച്ചിരുന്നു. കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച ജോർജ് കുര്യൻ BJPയുടെ സംഘടനാ രംഗത്തേക്ക് മടങ്ങുമെന്നാണ് വിവരം. കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് BJP ദേശീയ നേതൃത്വത്തെ ജോർജ് കുര്യൻ അറിയിച്ചിട്ടുണ്ട്. 2024 ജൂൺ 9-നാണ് ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ നിന്നും ജോർജ് കുര്യൻ ജനവിധി തേടിയെങ്കിലും കാര്യമായ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല.